99 ഉറുപ്പ്യ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആ 199 രൂപ അടച്ചു. അടച്ചപ്പോൾ എന്നാ കണക്ഷൻ തരാ ചോദിച്ചപ്പോൾ ഛർദ്ദിച്ചത് ഞങ്ങൾ തിന്നാറില്ല പറഞ്ഞു. ഇത് KSEB ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലോകം കേരളത്തെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ ബിനോയ് സാറേ? ഇദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നവർ ആ 199 രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ കണക്ഷൻ കിട്ടും. നമ്മളൊക്കെ വീട്ടിൽ അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രി പറയുന്നു വീണ്ടും പോയി ചോദിക്കുന്നത്. അതുപോലുള്ള എന്തിനാ കാശ് കൊടുത്തില്ലെങ്കിൽ കറണ്ട് കിട്ടില്ല, കാശ് അടച്ചില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതല്ലേ MLA ഓഫീസിൽ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ വാഞ്ചിക്കുന്ന ഇതുപോലെ ഒരു നികൃഷ്ടപരമായിട്ടുള്ള ഭരണം ഈ കാലം കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചില്ലേ, എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. 199 രൂപ അടയ്ക്കാഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ പീസ് ഊരി കൊണ്ടുപോയി, മീറ്ററും കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 199 ഉറുപ്പ്യ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആ 199 രൂപ അടച്ചു. അടച്ചപ്പോൾ എന്നാ കണക്ഷൻ തരാ ചോദിച്ചപ്പോൾ ഛർദ്ദിച്ചത് ഞങ്ങൾ തിന്നാറില്ല പറഞ്ഞു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ ചോദിച്ചു. യുടെ പേര് കൂടി ഒന്ന് പറഞ്ഞേ. ബാലകൃഷ്ണൻ, ചേലക്കര. ഓക്കെ, ബാലകൃഷ്ണൻ. അപ്പോ എന്താ അത് അങ്ങനെ ചെയ്ത ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി ഈ കറണ്ട് തരാൻ പറ്റില്ല, ഇനി നിങ്ങൾ വേണമെങ്കിൽ പുതിയ കണക്ഷൻ എടുത്തോളിയും പറഞ്ഞു. അപ്പൊ എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ അടയ്ക്കാനുള്ളത് അടച്ചില്ലേ, പിന്നെ നിങ്ങൾ ഈ മീറ്ററും സാധനങ്ങൾ ഊരിക്കൊണ്ടുമ്പോൾ നിങ്ങളത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ സാറേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് KSEB ഇങ്ങനെ ചെയ്യാൻ പറ്റും. ലോകം കേരളത്തെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ ബിനോയ് സാറേ? ഇങ്ങനെ പോയാ മിക്കവാറും എൻ്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ മന്ത്രിയുടെ വടക്കാഞ്ചേരി കരുതലും കൈത്താങ്ങലും സാറേ അദ്ദേഹത്തിന് പറയാനൊരു വേദി, പറയാനൊരു വേദി കിട്ടിയപ്പോ അദ്ദേഹം വന്നു. ഇത് കേക്കൂ സാറേ, അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ് ഇത്. വടക്കാഞ്ചേരി പള്ളിയിൽ വെച്ച് കരുതലും കൈത്താങ്ങലിനും മന്ത്രി K. രാജൻ ഓർഡർ ഇട്ട് തന്നു 10 ദിവസത്തിനുള്ളിൽ ഈ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ചേലക്കര അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കറണ്ട് മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും തരാൻ പറ്റില്ല, ഇത് KSEB തീരുമാനിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്തു തരാം. നിങ്ങൾക്ക് സപ്ലൈ ഓഫീസിലേക്ക് ഒരു കടലാസ് എഴുതി തരാം. നിങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സപ്ലൈ ഓഫീസിൽ നിന്ന് മണ്ണെണ്ണ മേടിച്ച് കത്തിച്ച് ജീവിച്ചോളൂ പറഞ്ഞു. രേഖ വേണമെങ്കിൽ ഞാൻ തരാം, അതിലുണ്ട് രേഖകളൊക്കെ. വേണോ? ചേലക്കരയിൽ അല്ല, ഒരു മിനിറ്റ്, ഇതിലുണ്ട് രേഖ. വിഷയം 195 രൂപ അടച്ചാൽ കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. 199 അദ്ദേഹം അത് അടയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇനി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നവർ ആ 199 രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ കണക്ഷൻ കിട്ടും. പോയി ചത്തുടടാ. നമ്മളൊക്കെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരാളെ ഒരവസരം അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിനായിട്ട് അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രി പറയുന്നു വീണ്ടും പോയി ചോദിക്കുന്നത്. അതുപോലുള്ള എന്തിനാ? ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. രൂപ അടയ്ക്കാനില്ലെങ്കിൽ അദ്ദേഹം അത് അയോട് പറയണം 199 രൂപ അടയ്ക്കാനില്ല. ഇങ്ങനെയുള്ള മറുപടിയാണ്. യൂണിയന്റെ ആളായിരിക്കും അയാൾ. കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പരിശോധിക്കാം. LDF അല്ലാതെ മറ്റാരുണ്ട് കേരളത്തിൽ ചെയ്യാൻ? LDF അല്ലാതെ അടച്ചിട്ട് കണക്ഷൻ കിട്ടാത്തതാണെങ്കിൽ 199 രൂപ അടച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പരിശോധിക്കാം.
അദ്ദേഹം അടച്ചിട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 199 രൂപ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതാ പറയേണ്ട, അല്ലാതെ അദ്ദേഹത്തെ അപമാനിക്കുന്ന ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് വന്നു. ഈ ആളുകൾ മുഴുവൻ ബില്ലടച്ചിട്ട് കണക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുവോ? ഇനി ഇത് ആവർത്തിക്കരുത്. നിങ്ങൾ പറയുമ്പോ വിശ്വസിക്കുന്ന നുണകൾ പറയുമ്പോ പാഞ്ഞാൾ പഞ്ചായത്തിലെ 8/134 നമ്പർ വീടിലെ വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച് തലപരിശോധന നമ്മള് ഇനി മറ്റേ ശങ്കരാടിയുടെ രേഖയല്ല, ഇത് ഒറിജിനൽ രേഖയാണ്. പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ എന്താണെന്ന് അവിടെ പരിശോധിക്കാം. അല്ലല്ല, അദ്ദേഹം നുണ പറഞ്ഞു എന്നാണ് ബിനോയ് പറഞ്ഞത്. അത് ശരിയല്ല. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ അതെല്ലാം അതുപോലുള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. അതെല്ലാം ശ്രീ ബിനോയ്, ചേലക്കരയിൽ കോൺഗ്രസ് ഉണ്ട്, അതുകൊണ്ട് കോൺഗ്രസിനോട് പോയി പറയണമെന്നല്ല. നിങ്ങളാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നിങ്ങളാണ് ഭരിച്ചത്. ഇതുപോലുള്ള പാവപ്പെട്ടവർ ഇത്തരം വേദികളിൽ അവരുടെ ഗ്രീവൻസസ് പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഭരണത്തിലിരിക്കുന്നവരുടെ, അല്ലാതെ കോൺഗ്രസിനോട് പറയാം, ബിജെപിയോട് പറയാനല്ല. ഒരു അവതാരം പറയട്ടെ. മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെ ഒക്കെ രാഷ്ട്രീയം. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, ഒരു മിനിറ്റ് ഒരു സൈലന്റ് ആവ്. അദ്ദേഹം ആദ്യം പറഞ്ഞെന്താ, ഞാൻ 199 രൂപ അടയ്ക്കാണ്ടായിരുന്നു, എന്റെ കണക്ഷൻ കട്ട് ചെയ്തു. അങ്ങനെയല്ല പറഞ്ഞത്. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ നായിന്റെ പട്ടി മോനെ. അവിടെ പൊതുപ്രവർത്തകരുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തെ അപമാനിക്കാൻ പറഞ്ഞു കഥകൾ അവതരിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോ ശരിയായ അങ്ങനെ പറയരുത് ബിനോയ്, പ്ലീസ്. നിങ്ങൾ ഈ പിണറായി വിജയന്റെ സമീപനാണോ എല്ലാ സഖാക്കൾക്കും? പിണറായി വിജയനോട് വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞ അതേ സമീപനാണ് ഇപ്പൊ പറയുന്നത്. ചേലക്കരയിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, മട്ടാഞ്ചേരിയിലേക്ക് വരാൻ പാടില്ല എന്നെങ്ങനെയാ പറയുന്നത്? അത് സത്യമാണെന്ന് വിശ്വസിക്കും. ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ഈ സമീപനം ശരിയല്ല. SCBയുമായി ബന്ധപ്പെട്ട് ചേലക്കരയിലെ ഒരു കാരണവർ വന്ന ഒരു വിഷയം പറഞ്ഞ സമയത്ത് ആ വിഷയത്തിലെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നതിന് പകരം അയാളെ വിളിച്ചു കൊണ്ടുവന്നവരോട് പറ, ആര് വിളിച്ചു കൊണ്ടുവന്നു? നമ്പർ 1. നമ്പർ 2 പറഞ്ഞു കാശ് കൊടുത്തില്ലെങ്കിൽ കറണ്ട് കിട്ടില്ല, കാശ് അടച്ചില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതല്ലേ MLA ഓഫീസിൽ പോയി എന്ന് പറഞ്ഞ്. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. നമ്പർ 3, നിങ്ങൾ KSCBയുടെ കാര്യം പറയുമ്പോ ഇന്നത്തെ നല്ല വേനൽ ചൂടല്ലേ നമുക്ക്, നല്ല മീനച്ചൂടല്ലേ നമുക്ക്? കാലത്തൊരു സ്ലാബ്, ഉച്ചക്ക് ഒരു സ്ലാബ്, 7 മണിക്ക് ഒരു സ്ലാബ്, പാതിരയ്ക്ക് വേറൊരു സ്ലാബ്, അങ്ങനെ കറണ്ട് ബില്ല് വരുമ്പോൾ ഏട്ടനഞ്ച് പൊട്ടുമ്പോൾ ആ മെഡിക്കൽ കോളേജ് ഒന്ന് വൃത്തിയാക്കും. ഞങ്ങളുടെയൊക്കെ ഏട്ടനഞ്ച് പൊട്ടി ഓടാണതാ. 8000 ഉറുപ്പ്യ കറണ്ട് ബില്ല് വരണേ. സാധാരണക്കാരൻ അടയ്ക്കാൻ പറ്റുമോ? ഓട്ടോ തൊഴിലാളിക്ക് ആ പ്ലഗ് ഒന്ന് കുത്തി ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കാൻ പറ്റില്ല. ഇവർ വേറെ മീറ്ററാ അതിനകത്ത്. സോളാർ വെച്ചാൽ, സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി വെച്ചാൽ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ പോലും അതിന് വേറെ മീറ്റർ കാശാണ്. അങ്ങനെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ വാഞ്ചിക്കുന്ന ഇതുപോലെ ഒരു നികൃഷ്ടപരമായിട്ടുള്ള ഭരണം ഈ കാലം കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.